وسيرة خير الأنام لنا كغيث هما للدنا واستقر. عليه الصلاة عليه السلام خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه وأتباعه أجمعين. أما بعد. അബുദാബി സുന്നി സെൻ്ററും അബുദാബി SKSSF സംയുക്തമായി സംഘടിപ്പിക്കുന്ന അല്ലാമ ഖാദി അയ്യാൽ തങ്ങളുടെ കിതാബ് ഷിഫ ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പരയുടെ 13ാമത്തെ ജൽസയിലേക്ക് 13ാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 12ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ 13ാം എപ്പിസോഡിൽ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നിസ്തുല സംഭവ വികാസമായിരുന്ന അൽ ഇസ്രാ വൽ മിഅറാജ്, നബി തങ്ങളുടെ രാപ്രയാണവും ആകാശാരോഹണവും ആ സംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾക്കിടയിൽ നടന്നിട്ടുള്ള ചർച്ച, അതിൻ്റെ ഒരു ഭാഗം 12ാം എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അഥവാ മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിലുള്ള വലിയ ചർച്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ, അവിടുത്തെ ആ രാപ്രയാണം, ആ യാത്ര, അത് അവിടുത്തെ ശരീരം കൊണ്ട് കൂടിയായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ അതവിടുത്തെ ശരീരം കൊണ്ട് ആയിരുന്നോ, അതല്ല അവിടുത്തെ ആത്മാവ് കൊണ്ട് മാത്രമായിരുന്നോ എന്നുള്ള ചർച്ചയാണ്. അപ്പോൾ അതിൽ പ്രധാനമായും 3 പക്ഷങ്ങളാണ് ആ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിലുള്ളത്. ഒരു വിഭാഗം പറഞ്ഞു അത് റൂഹ് കൊണ്ട് മാത്രം, ആത്മാവ് കൊണ്ട് മാത്രമുള്ള ഒരു രാപ്രയാണമായിരുന്നു, അഥവാ ശരീരം അതിൽ പങ്കെടുത്തിട്ടില്ല, സ്വപ്നത്തിലുള്ള ഒരു യാത്രയായിരുന്നു. പക്ഷേ ആ സ്വപ്നം അമ്പിയാക്കന്മാരുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ്, അത് വെറും ഒരു ദിവാസ്വപ്നമല്ല. അമ്പിയാക്കളുടെ റൂയകളൊക്കെ ഹക്കാണ്, വഹയുമാണ്. ഏതായാലും ഈ അഭിപ്രായമാണ്, റൂഹ് കൊണ്ട് മാത്രമായിരുന്നു, ജസദ് കൊണ്ടായിരുന്നില്ല അവിടുത്തെ ഇസ്രാ എന്ന അഭിപ്രായമാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റേത് എന്ന് പറഞ്ഞു. അതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്നും ആ അഭിപ്രായം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ ഹസൻ എന്നവരെക്കുറിച്ച് പ്രബലമായ പ്രശസ്തമായ അഭിപ്രായം അവിടുത്തെ യാത്ര ഇസ്രാ അത് ജസദ് കൊണ്ട് കൂടിയായിരുന്നു എന്നതാണ് എന്നും പറഞ്ഞു. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങളുടെ അഭിപ്രായം ആ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം പറഞ്ഞു. ഈ സ്വപ്നത്തിലൂടെയായിരുന്നു, ജസദ് കൊണ്ടായിരുന്നില്ല എന്ന് പറയുന്നവരുടെ പ്രധാനപ്പെട്ട തെളിവ് വമാ ജഅൽന റുയ അല്ലതി യറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്, സൂറത്തുൽ ഇസ്രായിലെ 60ാമത്തെ ആയത്ത് അതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു അഭിപ്രായം, ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞു എന്ന്, മാ ഫഖത്തു ജസദ റസൂലില്ല, നബി തങ്ങളുടെ ശരീരം എനിക്ക് മിസ്സായിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായിട്ടുള്ള ഒരു അഭിപ്രായവും ഇവരുടെ തെളിവാണ്. അതൊക്കെ ഖണ്ഡിക്കുന്നുണ്ട് ഖാദിയാൽ തങ്ങൾ, അതിനെയൊക്കെ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അഭിപ്രായം ആദ്യം ഉദ്ധരിക്കുകയാണ്. അതുപോലെ ബൈനമാ അന നായിം, അതുപോലെ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിൽ വഹുവ നായിമുൻ ഫിൽ മസ്ജിദിൽ ഹറാം തുടങ്ങിയുള്ള പദപ്രയോഗങ്ങളൊക്കെ അത് മനാമായിരുന്നു, സ്വപ്നമായിരുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഉദ്ധരിക്കുന്നത്. അതുപോലെ അവസാനം ഫസ്തൈഖൽതു, ഞാൻ ഉറക്കമുണർന്നു, വാനബിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലായിരിക്കെ ഞാൻ ഉണർക്കമുണർന്നു എന്ന ആ ഒരു അഭിപ്രായവും, എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നബി തങ്ങൾ തന്നെ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ആ ഭാഗം, ഇതൊക്കെ തെളിവാണ് സ്വപ്നത്തിലായിരുന്നു, മനാമിലായിരുന്നു, റുയായിലായിരുന്നു ഇസ്രാ, അത് ജസദ് കൊണ്ടായിരുന്നില്ല എന്ന് വാദിക്കുന്നവരുടെ തെളിവുകൾ ഇതൊക്കെയാണ്. എന്നാൽ ഖാദി അയ്യാൽ തങ്ങൾ പറയാം 2ാമത്തെ അഭിപ്രായം. 3 പക്ഷങ്ങളാണ് ഈ വിഷയത്തിലെന്ന് പറഞ്ഞല്ലോ. 1ാമത്തെ പക്ഷമാണ് ഇപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞതൊക്കെ, അഥവാ റുയായിരുന്നു, സ്വപ്നത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു, ജസദ് ശരീരം കൊണ്ടുണ്ടായിരുന്നില്ല, ശരീരം അതിൽ പങ്കെടുത്തിട്ടില്ല, ഫിസിക്കലായ ഒരു യാത്രയായിരുന്നില്ല എന്ന് പറയുന്ന 1ാം പക്ഷം. എന്നാൽ 2ാം പക്ഷത്തിൻ്റെ അഭിപ്രായം എന്താണ്? വദഹബ മുഅ്ളമുസ് സലഫി വൽ മുസ്ലിമീൻ, അതാണ് മഹാനവറുകൾ പറയുന്നത്. മുഅ്ളമുസ് സലഫി വൽ മുസ്ലിമീൻ, മഹാന്മാരായ മുൻഗാമികളായ സലഫുസ്വാലിഹീങ്ങളായ പണ്ഡിതരുടെ മഹാഭൂരിഭാഗവും, മുസ്ലിമീങ്ങളിൽ തന്നെ ഭൂരിഭാഗവും, അവരുടെ അഭിപ്രായം ഇലാന്നഹു ഇസ്രാഉം ബിൽ ജസദി, നബി തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെയുള്ള ഇസ്രാ ആണ്, ആ രാപ്രയാണം ശരീരം കൊണ്ട് തന്നെയുള്ളതാണ്. അവ സ്വപ്നം ആത്മാവ് കൊണ്ട് മാത്രമുള്ളതല്ല, സ്വപ്നത്തിൽ സംഭവിച്ചതല്ല, ശരീരം കൊണ്ട് തന്നെയുള്ള ഫിസിക്കലായിട്ട് തന്നെ സംഭവിച്ച യാത്രയാണ്. ഫിൽ യഖ്ള, ഉണർവിൽ തന്നെ, അത് ഉറക്കത്തിലല്ല, സ്വപ്നത്തിൽ കണ്ട ഒരു കിനാവല്ല,
മറിച്ചത് ഉണർച്ചയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ ഉണ്ടായ യാത്രയാണ്. വഹാദാഹു വൽ ഹഖു, ഇത് തന്നെയാണ് അതിൻ്റെ സത്യവും എന്നാണ് മഹാനായ ഖാദി അല്ലാമ ഇയാദ് റഹിമഹുല്ലാ കിതാബ് ഷിഫായിൽ അവർ തർപ്പിച്ചു പറയാം. വഹാദാഹു വൽ ഹഖു, അത് തന്നെയാണ് ഹഖും വഹുവ ഖൗലു ഇബ്നു അബ്ബാസ്. ഇനി ഈ അഭിപ്രായക്കാരായ സ്വഹാബികളായ അതുപോലെ താബിഈങ്ങളായ മഹാപണ്ഡിതന്മാരായ ശ്രേഷ്ഠരായ ഉലമാക്കളുടെ അയിമ്മത്തിൻ്റെ സ്വഹാബി വര്യന്മാരുടെയൊക്കെ പേരുകൾ അഞ്ഞു പറയാം. അപ്പോൾ ജസദ് കൊണ്ട് തന്നെയായിരുന്നു, യഖ്ലത്തിലായിരുന്നു, ശരീരം കൊണ്ട് ഉണർവിൽ സംഭവിച്ച യാത്ര തന്നെയാണ് ഇസ്രാ എന്നതാണ് വഹാദാഹു വൽ ഹഖ്, അതാണ് അതിൽ ഹഖ്. വഹുവ ഖൗലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വജാബിർ വഅനസ് വഹുദൈഫത വഉമർ വഅബീ ഹുറൈറത വമാലിക് ഇബ്നു സഅസഅ വഅബീ ഹബ്ബത്തുൽ ബദ്രി വഇബ്നു മസ്ഊദ് വല്ലഹാകി വസഈദ് ഇബ്നു ജുബൈർ വഖതാദത വഇബ്നുൽ മുസയ്യബ് വഇബ്നു ശിഹാബ് വഇബ്നു സഈദ് വൽഹസനി വഇബ്രാഹീമ വമസ്റൂഖ് വമുജാഹിദ് വഇക്രിമത വഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹും. ഇതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്, കഴിഞ്ഞിട്ടില്ല ആ ലിസ്റ്റ്. വഹുവ ദലീലു ഖൗലി ആയിഷത വഹുവ ഖൗലു തബരി വഇബ്നു ഹംബൽ വജമാഅത്തിൻ മിനൽ മുസ്ലിമീൻ. ഇപ്പറഞ്ഞവരുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ സഹാബി വര്യന്മാരായ ഇബ്നു അബ്ബാസ് തങ്ങൾ, ജാബിർ റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് തങ്ങൾ, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു സഅസഅ റളിയല്ലാഹു അൻഹു, അബൂ ഹബ്ബത്തുൽ ബദ്രി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ലഹാഖ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു, ഇബ്നുൽ മുസയ്യബ് യാനി സഈദ് ഇബ്നുൽ മുസയ്യബ്, ഇബ്നു ശിഹാബ്, ഇബ്നു സഈദ്, ഹസൻ, ഇബ്രാഹിം, മസ്റൂഖ്, മുജാഹിദ്. അവസാനം പറഞ്ഞവർ താബിഈ ഉലമാക്കളാണ്, താബിഈ അയിമ്മത്ത വഇക്രിമ വഇബ്നു ജുറൈജ് അവരൊക്കെ. മാത്രമല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വാക്ക്, എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതള വാക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. അതിൻ്റെയും തേട്ടം, അതിൻ്റെയും തെളിവ്, അല്ലെങ്കിൽ ആ വാക്കിൻ്റെയും അതിൻ്റെയും പൊരുൾ എന്നർത്ഥം ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വാക്കിൻ്റെയും പൊരുൾ തന്നെയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഖ്ലത്തിലായിട്ടുള്ള യാത്രയായിരുന്നു. വഹുവ ഖൗലു തബരി വഇബ്നു ഹംബൽ വജമാഅത്തി മിനൽ മുസ്ലിമീൻ. അതായത് ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ വാക്ക് എന്ന് പറഞ്ഞാൽ ഇനി നമ്മളെ ചർച്ച വരാനുണ്ട് ഇൻഷാ അല്ലാഹ്, നമ്മൾ വഴിയെ ചർച്ച ചെയ്യാൻ പോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവെ ഇസ്രാ മിഅ്റാജിൻ്റെ രാവിൽ ഹൽ റആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു, അല്ലാഹു തആല നബി തങ്ങളെ കണ്ടിട്ടുണ്ടോ എന്നൊരു ചർച്ച വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ ഒരു വാക്കുണ്ട്. ആ വാക്കിൻ്റെ തെളിവ് അതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹനെ കണ്ടിട്ടില്ല എന്നൊരു അഭിപ്രായം ആയിഷ ബീവിക്കുണ്ട്. എന്നാൽ ആ അഭിപ്രായത്തിൻ്റെ പൊരുളെന്താ? ആ യാത്ര ശരീരം കൊണ്ട് തന്നെയായിരുന്നു എന്നുള്ളതാണ്, സ്വപ്നത്തിലൂടെയാണ് എന്നല്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ പക്ഷവും നബിയുടെ ഇസ്രാ യാത്ര ശരീരം കൊണ്ട് തന്നെയായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത് എന്ന് ഇബ്നു ഖാദി അയ്യാദ് റഹിമഹുല്ലാ കിതാബ് ഷിഫായിൽ വ്യക്തമായി പറയാം. അതുപോലെ വഹുവ ഖൗലു തബരി, ഇമാം തബരിയുടെയും ഖൗല് തന്നെയാണ്. ഇബ്നു ഹംബൽ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും ജമാഅത്തും മിനൽ മുസ്ലിമീൻ. വഹുവ ഖൗലു അക്സറിൽ മുതഅഖിരീൻ മിനൽ ഫുഖഹാഇ വൽ മുഹദ്ദിസീൻ വൽ മുതകല്ലിമീൻ വൽ മുഫസ്സിരീൻ. ഇൽമിൻ്റെ നാനാ ശാഖകൾ പറയാം, ഫിഖ്ഹിലും ഹദീസിലും അതുപോലെ ഇൽമുൽ കലാമിലും ഇൽമു തഫ്സീറിലും ഒക്കെയുള്ള അഗ്രേസരരായ ഒരുപാട് പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ്. ഏത്? നബിതങ്ങളുടെ ഇസ്രാ യാത്ര ജസദ് കൊണ്ടായിരുന്നു, യഖ്ലത്തിലും തന്നെയായിരുന്നു എന്നതാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി വഖാലത്ത് ത്വായിഫത്തുൻ, മൂന്നാമത്തെ ഒരു യാത്ര, മൂന്നാമത്തെ ഒരു അഭിപ്രായം, മൂന്നാമത്തെ ഒരു പക്ഷം, കാനൽ ഇസ്റാഉ ബിൽ ജസദി, ശരീരം കൊണ്ട് തന്നെയായിരുന്നു, യഖ്ലത്തൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലാ ബൈത്തുൽ മുഖദ്ദസ് വ ഇല സമാഇ ബിർറൂഹ്. മൂന്നാം പക്ഷം പറയുന്നത് ഇസ്രാഉം മിഅ്റാജും രണ്ട് സംഭവമാണല്ലോ. ഇസ്രാ അഥവാ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ള ആ യാത്ര, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്തിലൊക്കെ പറഞ്ഞ ആ സംഭവം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞ ആ ഇസ്രാ, അത് ബിൽ ജസദി യഖ്ലത്തൻ, അത് ഉണർവിൽ ശരീരം കൊണ്ട് തന്നെയായിരുന്നു മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പിന്നെ മേലോട്ടുള്ള വാനമണ്ഡലങ്ങളിലൂടെ ആകാശയോഗങ്ങളിലേക്കുള്ള യാത്ര, സിദ്റത്തുൽ മുൻതഹായും അർശും കുർസിയും ലോഹവും കലവും സ്വർഗവും നരകവും ഒക്കെ കണ്ട ആ യാത്ര അല്ലേ, ആ യാത്ര അത് റൂഹ് കൊണ്ടായിരുന്നു എന്നാണ് പക്ഷം. ഇനി കിതാബ് ഖാദി ഇയാദിൻ്റെ നമ്മുടെ ഈ ഗ്രന്ഥം കിതാബ് ഷിഫാക്ക് വ്യാഖ്യാനം എഴുതിയ അല്ലാമ അഹ്മദ് ബിൻ മുഹമ്മദ് ഷുമുന്നി, ഇമാം ഷുമുന്നി, ഒരു ഖൈറോയിലെ മിസ്രിൽ ജനിച്ച മിസ്രിയായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. ഖാദി ഇയാദ് തങ്ങളുടെ ഈ കിതാബ് ഷിഫാക്ക് ഒരു ഷർഹ് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം വേറെ ഒരു അഭിപ്രായം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അഥവാ ഇസ്രാ ഈ സംഭവം 2 വട്ടം ഉണ്ടായിട്ടുണ്ട് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ. അന്നൽ ഇസ്രാ കാന മറത്തൈൻ അഹദുഹുമാ ഫീ നൗമിഹി തൗതിയതൻ വ തൈസീറൻ അലൈഹി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 വട്ടം ഇസ്രാ ഉണ്ടായിട്ടുണ്ട്, ഈ ആകാശയാത്രകളും ഈ അതുപോലെ ഈ പ്രയാണവും ഒക്കെ.
അത് ഒന്ന് സ്വപ്നത്തിലായിരുന്നു. കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായി. രണ്ടാം ഇസ്രാ യഖ്ലത്തിലും ജസദിലുമായി ജസദ് കൊണ്ട് യഖ്ലത്തിലായി നടക്കുന്നതാണ് രണ്ടാമത്തെ ഇസ്രാ. അതിന് ഒന്നാമത് നടന്ന ഇസ്രാ അത് സ്വപ്നത്തിലൂടെ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു, അതിനുള്ള ഒരു എഴുതാതായിരുന്നു. അപ്പോൾ 2 വട്ടം അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ആ അഭിപ്രായം പറഞ്ഞവർ. ഇതുപോലെ നുബുവത്തിൻ്റെ മുന്നേ റുയ സാദിഖകൾ ഉണ്ടായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ വഹയ്യ് നൽകപ്പെട്ടതാണല്ലോ നുബുവത്തിൻ്റെ തുടക്കം. ആ വഹയ്യ് ഇറങ്ങുന്നതിന് മുമ്പ് നബി തങ്ങൾ ചില സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ആ സ്വപ്നങ്ങൾ നുബുവത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നുബുവത്തിന് റിസാലത്തിന് അത് ഏറ്റെടുക്കാൻ വേണ്ടി അവരെ സജ്ജീകരിക്കാൻ അല്ലാഹു തആല ഒരു തംഹീദൻ വ തൗതിയതൻ എടുത്ത ഒരു നടപടിക്രമം അല്ലെങ്കിൽ ഒരു കാര്യമാണ് ആ സ്വപ്നങ്ങൾ. റുയ സ്വാലിഹ, റുയ സാദിഖ. ആ റുയ സാദിഖ എന്ന പോലെ ഇവിടെ മനാമിൽ ഒരു യഖ്ലത്തിലല്ലാതെ ജസദ് കൊണ്ടല്ലാതെ മനാമിലൂടെ റുയയിലൂടെ ഒരു ഇസ്രാ നടന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഇസ്രാ അത് വാഖഇയ്യൻ അഥവാ ജസദിയൻ ആയിട്ട് യഖ്ലത്തിൽ നടന്നത് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മഹാനവർകൾ പറയുന്നത് റഅയ്തുൽ മുഹല്ലബ ഫി ശർഹിൽ ബുഖാരി ഖദ് ഹക ഹാദൽ ഖൗൽ. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ത്വായിഫത്തുൻ മിനൽ ഉലമാ അന്നഹും ഖാലൂ കാനൽ ഇസ്രാഉ മർറതൈനി മർറ ഫി നൂമിഹി വ മർറ ഫി യഖ്ലതിഹി ബി ബദനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാമ ശുമുന്നി തങ്ങൾ ഖാദി ഇയാൽ തങ്ങളുടെ കിതാബ് ഷിഫാഇന് നൽകിയ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഷർഹിൽ പറയുന്നൊരു അഭിപ്രായമാണ്. ഏതായാലും ഇങ്ങനെ 3 അല്ലെങ്കിൽ 4 പക്ഷങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇനി തെളിവ് സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം അഥവാ ഈ പക്ഷത്തിൻ്റെ യാത്രക്ക് ഈ പക്ഷത്തിൻ്റെ അഭിപ്രായത്തിന് അവർ തെളിവെടുക്കുന്നത് സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ ഫജഅല ഇലൽ മസ്ജിദിൽ അഖ്സയിലേക്ക് ആണ് ഇസ്രാ എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. അപ്പോൾ അത് الذي وقع تعجب فيه بعظيم القدرة والتمدح بتشريف النبي محمد صلى الله عليه وسلم به وإظهار الكرامة له بالإسراء إليه. قال هؤلاء ولو كان الإسراء بجسده إلى زائد على المسجد الأقصى لذكره فيكون أبلغ في المدح. എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുന്നില്ല. ഇതിൻ്റെ ചുരുക്കം ഈ പറയുന്ന പക്ഷം അഥവാ ഈ മൂന്നാമത് ഖാദിയാൽ തങ്ങൾ പറഞ്ഞ 3-ാം പക്ഷം, ഇമാം ശുമുന്നി തങ്ങൾ ശർഹിൽ ഉദ്ധരിച്ച 4-ാം പക്ഷമല്ല, ഖാദിയാൽ തങ്ങൾ പറഞ്ഞ 3-ാമത്തെ പക്ഷം അഥവാ ഇസ്രാ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ളത് ശരീരം കൊണ്ട് ഉണർവിലും അവിടെ നിന്ന് അങ്ങോട്ട് സ്വപ്നത്തിലൂടെ റുയായിലൂടെയുമായിരുന്നു എന്ന ഒരു അഭിപ്രായം ഉദ്ധരിക്കുകയാണ്. പക്ഷേ ഖാദിയാൽ തങ്ങൾ പ്രബലപ്പെടുത്തത് അതല്ല. ഖാദിയാൽ തങ്ങളുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞല്ലോ, വഹുവൽ ഹഖു എന്ന് പറഞ്ഞ് ഒരുപാട് സഹാബി വര്യന്മാരുടെ ഒരുപാട് താബഈ പ്രമുഖരുടെ മുതഹദ്ദിസീങ്ങളും അതുപോലെ ഫുഖഹാവും മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളുമായ ഉലമാക്കളിലൊക്കെ മഹാഭൂരിഭാഗം പണ്ഡിത ശ്രേഷ്ഠരുടെയും അഭിപ്രായം അദ്ദേഹം ഖണ്ഡിതമായിട്ട് തന്നെ പറയാം, അത് യഖ്ലത്തിലായിരുന്നു, അത് ഉണർവിലായിരുന്നു, അതുപോലെ ബിൽ ജസദ് ശരീരം കൊണ്ട് ഫിസിക്കൽ തന്നെ ആയിട്ടുള്ള യാത്രയായിരുന്നു എന്നതാണ് ഖാദിയാൽ തങ്ങളും പ്രബലപ്പെടുത്തുന്നത്. മറ്റഭിപ്രായങ്ങളൊക്കെ അവർ പണ്ഡിതോചിതമായി ഉദ്ധരിക്കുന്നു എന്ന് മാത്രം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ യാത്രയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും അങ്ങനെ ചർച്ചകളുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകുമല്ല, സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട്. അതുപോലെ ഇതിന് തെളിവുകൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര ശരീരം കൊണ്ട് തന്നെ ആയിരുന്നു എന്നതിൻ്റെ തെളിവ് പറയുന്നത് പ്രധാന തെളിവുകൾ എന്താ? സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി എന്നതിൽ അബ്ദ് എന്ന പ്രയോഗം തന്നെ അത് അവിടുത്തെ ശരീരം കൊണ്ട് തന്നെയായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഖാലൽ ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് വഫഖഹുല്ലാഹ് വൽ ഹഖ്ഖു മിൻ ഹാദാ വസ്സഹീഹു, ഈ പറഞ്ഞതിൽ നിന്ന് ഹക്കായ അഭിപ്രായം അതുപോലെ സഹീഹായ അഭിപ്രായവും ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു അദബാണ് അദ്ദുബൻ. അഭിപ്രായങ്ങൾ മറിച്ച അഭിപ്രായങ്ങൾ പറഞ്ഞവരും കുറേ ഉണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹം തറപ്പിച്ച് പറയുമ്പോഴും പറയുന്നത് ഇൻഷാ അല്ലാഹ് ഹക്കായ ഇതിൽ ഏറ്റവും സഹീഹായ അഭിപ്രായം വസ്സഹീഹു ഇൻഷാ അല്ലാഹ് അന്നഹു ഇസ്രാഉം ബിൽ ജസദി വറൂഹ്, ജസദ് കൊണ്ടും റൂഹും കൊണ്ടുമുള്ള ഇസ്രാ തന്നെയാണ് ഫിൽ ഖിസ്സ കുല്ലിഹ, എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരെയുള്ള ഇസ്രായിൽ മാത്രമല്ല അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിലും. അപ്പോൾ ഇസ്രാ എന്ന് പറയുമ്പോൾ മൊത്തം മിഅ്റാജും ഒക്കെ അത് ഉൾക്കൊള്ളുക, രാത്രിയിലുള്ള പ്രയാണം മൊത്തം, അത് ഭൂമി ലോകത്തുള്ളതാണെങ്കിലും വാനമണ്ഡലങ്ങളിലുള്ളതാണെങ്കിലും ഇസ്രാവും മിഅ്റാജും ആ സംഭവം ഫിൽ ഖിസ്സത്തി കുല്ലിഹ എന്ന് പറഞ്ഞതാ. സംഭവം ഉടനീളം അവിടുത്തെ ജസദ് കൊണ്ടും റൂഹും കൊണ്ടും രണ്ടുകൊണ്ടുമാണ്. വഅലൈഹി തദുല്ല ആയത്തു, ഈ ആയത്ത് സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ഇലാ ആഖിറിൽ സൂറത്തുൽ ഇസ്രായിൽ 1-ാമത്തെ ആയത്ത് എന്ന തെളിവാണ്. വസഹീഹുൽ അഖ്ബാരി, അതുപോലെ സഹിഹായ ഹദീസുകളും വൽ ഇഅ്തിബാർ വലാ യുഅദലു അനിൽ ളാഹിരി വൽ ഹഖീഖത്തു ഇല തഅ്വീൽ ഇല്ലാ ഇൻദൽ ഇസ്തിഹാലത്തി വലൈസ ഫിൽ ഇസ്രാഇ ബിജസദിഹി വഹാലി യഖ്ലതിഹി ഇസ്തിഹാല എന്ന് പറഞ്ഞ വ്യക്തമായി ആയത്തുകളിലും ഹദീസുകളിലൊക്കെ കണ്ടാൽ ഒറ്റവാട്ടത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ളാഹിറിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് എന്താ? അത് നബിതങ്ങളുടെ ശരീരം പങ്കെടുത്ത യാത്ര തന്നെയാണെന്നുള്ള. പിന്നെ അവിടെ അല്ല, ശരീരം അതിലില്ല, അത് ആത്മാവ് കൊണ്ട് മാത്രമുള്ള സ്വപ്നത്തിലാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമല്ല, തഅ്വീൽ ചെയ്യേണ്ട ആവശ്യമല്ല. ഹഖീഖത്ത് തന്നെ
ഈ ഹഖീഖത്ത് മുസ്തഹീലാകുമ്പോഴാണ്, അല്ലെങ്കിൽ മുഹാലാകുമ്പോഴാണ്, അത് അസംഭവ്യമോ ഇമ്പോസിബിളോ ഒക്കെ ആകുമ്പോഴാണ് വേറെ വ്യാഖ്യാനം കൊണ്ടേണ്ട ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ അങ്ങനെ ഒരു യാത്ര നടക്കുക എന്നുള്ളത് എന്താണതിൽ ഇമ്പോസിബിലിറ്റി? അസംഭവ്യത എന്താണ്? അസാധ്യമായത് എന്താണ് അതിലുള്ളത്? അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നും അതിലില്ലല്ലോ. അതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ ശരി എന്ന് പറയാം. വലൈസ ഫിൽ ഇസ്രാഇ ബി ജസദിഹി വഹാലി യഖ്ദതിഹി ഇസ്തിഹാല. അല്ലാമ ഖാദി ഇയാൾ തങ്ങൾ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ ഇവിടുത്തെ ശരീരം കൊണ്ട് തന്നെ ആവുക എന്നുള്ളതിൽ, അതുപോലെ അവിടുത്തെ ഉണർവിൽ തന്നെ ആവുകയാണ് എന്നതിലും ഇസ്തിഹാല, ഒരു ഇസ്തിഹാലത്തുമില്ല, അസംഭവ്യത ഒന്നുമില്ല. ഇതിലൗകാന മനാമൻ, അത് ഉറക്കത്തിലാണെങ്കിൽ ലഖാല ബി റൂഹി അബ്ദിഹി എന്നാണല്ലോ ആയത്തിൽ പറയാം. ഉറക്കത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ആത്മാവ് കൊണ്ടാണെങ്കിൽ, ശരീരം പങ്കെടുക്കുന്നില്ലെങ്കിൽ സുബ്ഹാനല്ലദി യസ്റാ ബി റൂഹി അബ്ദിഹി എന്നൊക്കെ അല്ലേ പറയാം. അങ്ങനെയല്ലല്ലോ, സുബ്ഹാനല്ലദി യസ്റാ ബി അബ്ദിഹി തന്നെ പറഞ്ഞ്. അപ്പോൾ ലാഹിർ തന്നെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിസിക്കലായി അവിടുത്തെ ശരീരം തന്നെ പങ്കെടുത്ത യാത്രയാണ്. വലം യഖുൽ ബി അബ്ദിഹി എന്ന് പറയില്ലല്ലോ. അപ്പം സുബ്ഹാനല്ലദി യസ്റാ ബി റൂഹി അബ്ദിഹി എന്നല്ല പറയാം. പക്ഷെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ബി അബ്ദിഹി തന്നെയല്ലേ. അപ്പോൾ ഫിസിക്കലായി അവിടുത്തെ ശരീരം തന്നെ പങ്കെടുത്ത യാത്രയാണ് എന്നാണ് ഖാദി ഇയാൾ തങ്ങൾ സ്ഥാപിക്കുന്നത്, സമർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരായത്ത് ഖൗലുഹു തആല മാസാഗൽ ബസറു വമാ തഗാ, സൂറത്തുൻ നജ്മിൽ 17. മാസാഗൽ ബസറു, അവിടുത്തെ കണ്ണ്, അത് നബി തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മാസാഗൽ ബസറു വമാ തഗാ, അതൊരിക്കലും തെറ്റിയില്ല, അതിനൊരിക്കലും പിഴവ് സംഭവിച്ചില്ല, മാർഗഭ്രംശം സംഭവിച്ചില്ല, അത് പതറിയില്ല, തെറ്റിപ്പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് കാഴ്ച? ബസർ. വലൗകാന മനാമൻ, അത് സ്വപ്നത്തിലാണെങ്കിൽ ലമാ കാനത് ഫിഹി ആയ, അതിലൊരു ദൃഷ്ടാന്തമൊന്നുമില്ലല്ലോ. വലാ മുഅ്ജിസ, സ്വപ്നത്തിലാണെങ്കിൽ അതിൽ ഇത്രയും വലിയ ഒരു അസംഭവ്യത അല്ലെങ്കിൽ അമാനുഷികത, ഒരു മുഅ്ജിസത്തൊന്നും പറയാനില്ലല്ലോ. വലമസ്തബഅദഹുൽ കുഫാർ, മാത്രമല്ല ഇസ്രാ മിഅ്റാജിൻ്റെ സംഭവം ഉണ്ടായപ്പോൾ കാഫിര്യങ്ങൾ അതിനെ നിഷേധിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ വിശ്വസിച്ചു, കാഫിര്യങ്ങൾ അതിനെ പരിഹസിച്ചു, കളിയാക്കിയൊക്കെ ചെയ്തു. അത് ബഈദ, സംഭവിക്കൂല എന്ന് ഓര് പറഞ്ഞു. അതൊക്കെ സ്വപ്നത്തിലാണ് എന്നുള്ളതാണെങ്കിൽ ഓര് ഇപ്പം അങ്ങനെയൊന്നും പറയേണ്ട കാര്യം എന്താ? സ്വപ്നത്തിൽ പാർക്കും എന്തും കാണാമല്ലോ. എത്രയോ വൻകരകളും ആകാശഭൂമികളും ബഹറുകളും ഒക്കെ താണ്ടിക്കിടന്നു എന്നൊരാൾ പറഞ്ഞാൽ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ആരാപ്പം അതിനെ എതിർക്കുക? അതൊരു ബഈദായി, അതല്ലെങ്കിൽ ഒരു അസംഭവ്യമായി, അതൊരു വിചിത്രവാദമായി കുഫാറുകൾക്ക് തോന്നൂലല്ലോ. അപ്പോൾ അത് ജസദ് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അവരും അത് നിഷേധിക്കാൻ വന്നത്. അതുപോലെ വലാ കദ്ദബൂഹു ബിഹി, നബി തങ്ങൾ അവർ കളവാക്കൂല. വലർത്തദ്ദ ബിഹി ളുഅഫാഉ മൻ അസ്ലമ, മുസ്ലിമീങ്ങളിൽ തന്നെ കുറേ ളുഅഫാക്കൾ, ഈമാൻ ശക്തി പ്രാപിച്ചിട്ടില്ലാത്ത ദുർബല വിശ്വാസത്തിൻ്റെ ഉടമകൾ, കുറേ ആളുകൾ മുർത്തദ്ദീങ്ങളായി പോയല്ലോ. ഇസ്രാ മിഅ്റാജിൻ്റെ സംഭവത്തെ തുടർന്ന് കുറേ ആൾക്കാർ മുർത്തദ്ദായി പോയി. കാരണം എന്താ? അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്വപ്നത്തിലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഇപ്പം എന്താണ് അതിൽ? അവരൊക്കെ മുർത്തദ്ദാവാൻ മാത്രം കാരണമല്ലല്ലോ. അപ്പോൾ ശരീരം കൊണ്ട് തന്നെ ഫിസിക്കലായി ഉണർവിൽ തന്നെ നടന്ന യാത്രയാണ് എന്നതുകൊണ്ടാണ് കാഫിര്യങ്ങൾ കളവാക്കാനും അതുപോലെ പരിഹസിക്കുന്നവർ പരിഹസിക്കാനും മുർത്തദ്ദായി പോകുന്നവരൊക്കെ മുർത്തദ്ദായി പോകാനൊക്കെ കാരണം. വഫ്തനൂബി, അതുകൊണ്ട് അവർ ഫിത്നയായി പോകാനൊക്കെ കാരണം. മിസ്ലു ഹാദിഹി ഹാദാ മിനൽ മനാമാത്ത്, ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ ലാ യുൻകർ, അതാരും എതിർക്കൂലല്ലോ. ബല്ലം യകുൻ ദാലിക മിന്നും, പക്ഷേ ഇല്ലാ വഖദ് അലിമു അന്ന ഖബറഹു ഇന്നമ കാന അൻ ജിസ്മിഹി വഹാലി യഖ്ളതിഹി ഇലാ മാ ദുകിറ ഫിൽ ഹദീസ് മിൻ ദിക്രി സ്വലാത്തിഹി ബിൽ അംബിയാഇ വബൈത്തുൽ. അതിന് പുറമെ തന്നെ അപ്പോൾ ജനങ്ങളാ പറഞ്ഞത്, അത് അസംഭവ്യത കണ്ടത്, അതിനെ വിചിത്രവാദം അവകാശവാദം എന്ന് പറഞ്ഞത്, കളവാക്കിയത്, പരിഹസിച്ചത്, കുറേ ആൾക്കാർ മുർത്തദ്ദായി പോയത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ അത് വിശ്വസിച്ചു, 100% അത് വിശ്വസിക്കുകയും അവർ സിദ്ദീഖ് എന്ന പേര് അവർക്ക് വീഴുകയും ചെയ്തു, അല്ലെങ്കിൽ കിട്ടുകയും ചെയ്തു. ഇതൊക്കെ തെളിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര ശരീരം കൊണ്ട് തന്നെയായിരുന്നു, ജസദ് കൊണ്ട് തന്നെയായിരുന്നു, അവിടുത്തെ യഖദത്തിൽ തന്നെയായിരുന്നു എന്ന കാര്യമാണ്. അതുപോലെ അതിൻ്റെ പുറമെ ഇലമാ ദുകിറ ഫിൽ ഹദീസ് മിൻ ദിക്രി സ്വലാത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അംബിയാഇ വബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് അമ്പിയാക്കന്മാർക്കൊക്കെ ഇമാമായി നബി തങ്ങൾ നിസ്കരിച്ച വിഷയമൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സ്വപ്നത്തിലാണെങ്കിൽ അതിലൊന്നും ഒരു മഹത്വം വല്ലാതല്ലല്ലോ. അതൊക്കെ ശരീരം കൊണ്ട് തന്നെ ഫിസിക്കലി തന്നെ നടന്നെന്ന് പറയുമ്പോഴല്ലേ അതിലൊക്കെ ഒരു ഷറഫുള്ളത്, അതിലൊക്കെ ഒരു പറയപ്പെടാൻ പറ്റിയ ഒരു പ്രസ്താവ്യമായൊരു സംഭവം ഉള്ളത്. ഫിരിവായത്തി അനസിൻ ഓഫിസമായി അലാമാറവാഹു, ആകാശത്തിൽ വെച്ച് എന്ന് ചില കൗലുകളുണ്ട്, അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തിലുണ്ട്, രണ്ടാണെങ്കിലും. ഒദിക്കിരി മജീ ജിബീൽ ലഹു ബുറാഖ്, ഇതുപോലെ ജിബീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബുറാഖ് എന്ന മൃഗത്തെ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ബുറാഖ് എന്ന മൃഗം കൊണ്ടുവന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ ബുറാഖിൻ്റെ പുറത്ത് നബി തങ്ങൾ കയറാൻ വേണ്ടി നിന്നപ്പോൾ ആ ബുറാഖ് ഫസ്തസാബ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും മെരുങ്ങിക്കൊടുക്കാത്ത വിധം, അതിന് ചെറിയൊരു മോട്ട് പോലെ, അല്ലെങ്കിൽ അതിന് ചെറിയൊരു അനുസരണക്കേട് പോലെ ബുറാഖ്, അതിൻ്റെ പല കാരണങ്ങളും പറയുന്നുണ്ട്, മുൻ എപ്പിസോഡുകളിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അത് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ടല്ലോ ബുറാഖിനോട്, ബുറാഖെ നീ മനസ്സിലാക്കണം, അല്ലാഹു തആലാക്ക് മാ റക്കിബക അഹദുൻ അക്രമ അലല്ലാഹി മിൻ ഹാദാ, ഈ നിന്നെ സവാരി ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഹബീബിനെക്കാൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, ഇവരെക്കാൾ അള്ളാഹുവിന് അക്രമായ ഹബ്ബായ, അള്ളാഹുവിൻ്റെ ആദരണീയരായ, അള്ളാഹുവിന് പ്രിയങ്കരനായ വേറെ ഒരു മഹ്ലൂക്കും നിന്നെ ഇതുവരെ സവാരി കയറിയിട്ടില്ലട്ടോ, സവാരി ചെയ്യാൻ പോയിട്ടില്ലട്ടോ, പോകുന്നില്ലട്ടോ എന്ന് പറയുമ്പോൾ ഫറത്തല്ലാറഖാ, ആ ബുറാഖ് അത് കേട്ടിട്ട് വിയർപ്പിൽ കുളിച്ചുപോയി. ഐ സാല വ ജറാ അറഖ എന്ന ഒരു ഹദീസ് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ സ്വപ്നത്തിലൂടെയാണ് എന്നല്ലല്ലോ അതിൻ്റെ ഒന്നും വിവക്ഷ.
ഇതിൻ്റെയൊക്കെ പൊരുൾ അതിലൊക്കെ തെളിയിക്കുന്നത് അത് യഖ്ലത്തിൽ ജസദ് കൊണ്ട് തന്നെയായിരുന്നു എന്നതാണ്. അതുപോലെ വഖബറൽ മിഅറാജി വസ്തിഫ്താഹി സമായി, ആകാശങ്ങൾ തുറക്കുന്നു, മഹാന്മാരായ അമ്പിയാക്കളും മുർസലീങ്ങൾ ഓരോ ആകാശങ്ങളിലും നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേൽക്കുന്നു, സ്വാഗതം ആശംസിക്കുന്നു. ഇതൊക്കെ സ്വപ്നത്തിലാണെങ്കിൽ അതൊന്നും പ്രസക്തി ഇല്ല. ഫയഖാലു വമൻ മഅക ഫയഖൂലു മുഹമ്മദുൻ വലിഖാഇഹിൽ അംബിയാ ഫിഹി, അമ്പിയാക്കന്മാരെ കാണുന്നത് വഖബരിഹിം മഅഹു വതർഹീബിൻ ബിഹി, ഇതൊക്കെ തെളിവാണ് നബി തങ്ങളുടെ ജസദ് കൊണ്ട് തന്നെ യഖ്ലത്തിൽ നടന്ന യാത്രയാണ് എന്നതിന്. വശഅനഹി വിവർലിസ്സലാ, അതുപോലെ നിസ്കാരം ഫർളാക്കിയ വിഷയത്തിൽ അവർ മടങ്ങി വരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, മൂസാ നബിക്കും അള്ളാഹുക്കും ഇടയിൽ നബി തങ്ങൾ 8-9 യാത്രകൾ നടത്തിയിട്ടാണല്ലോ ചുരുക്കുന്നത്. ഇലാ ഖൗലി തുമ്മ റജബി ഹത്താ ദഹർതു ബി മുസ്തവൻ അസ്മാ ഫിഹി സരീറൽ അഖലാം, ഈ പേനകളുടെ സ്വരീഫ് ചില കൗല് പ്രകാരം സ്വരീർ, ഏതായാലും പേനകളുടെ ഈ ശബ്ദം കേൾക്കുന്ന ഒരിടത്തേക്ക് ഞാൻ എത്തി എന്നൊക്കെ പറഞ്ഞല്ലോ. വാന്നഹു വസലൈല സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയിലെത്തി എന്ന് പറഞ്ഞല്ലോ. വാന്നഹു ദഖലൽ ജന്ന, സ്വർഗം പ്രവേശിച്ചു എന്ന് പറഞ്ഞല്ലോ. വറാ ഫിഹാ മാ ദഖറഹു, സ്വർഗത്തിൽ പലതും കണ്ടു എന്ന് പറഞ്ഞല്ലോ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാന്ന് കൂടി മനസ്സിലാക്കണം. റഈസുൽ മുഫസ്സിരീനാണ്, മുഫസ്സിരീങ്ങളുടെ നേതാവാണ്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹിച്ച് ആശീർവദിച്ചവരാ. അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീലൽ ഹദീസ്, അല്ലാഹു തഅ്വീലൽ കിതാബ്, അല്ലാഹുവേ നിന്റെ തഅ്വീൽ ഗ്രന്ഥത്തിൻ്റെ എല്ലാ വ്യാഖ്യാനവും പരിശുദ്ധ ഖുർആന്റെ എല്ലാ മാനയും അദ്ദേഹത്തിന് നീ പഠിപ്പിച്ചു കൊടുക്കുന്ന നബി തങ്ങൾ കൊച്ചു പ്രായത്തിൽ കുഞ്ഞുകുട്ടിയായിരിക്കെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത പ്രാർത്ഥനയാണല്ലോ. അതുകൊണ്ട് തന്നെ മുഫസ്സിരീങ്ങളുടെ നേതാവാണ്. ഹബറുൽ ഉമ്മ, റഈസുൽ മുഫസ്സിരീൻ എന്നൊക്കെയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേരുകൾ. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹിയ റുയാ ഐനിൻ റആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ റുയാ മനാം, നബിതങ്ങൾ കണ്ട കണ്ണുകൊണ്ടുള്ള കാഴ്ച തന്നെയാണ് ആ പറഞ്ഞതൊക്കെ. മാസാഖൽ ബസറു വമാ തഗ, റുയാ ഐനിൻ കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ്, അതായത് സ്വപ്നം എന്നല്ല, കണ്ണുകൊണ്ടുള്ള കാഴ്ചയാണ്. ലാ റുയാ മനാം, അത് ഉറക്കത്തിലുള്ള മനാമല്ല. അപ്പോൾ റുയ എന്ന പദത്തിന് സ്വപ്നത്തിനും റുയ എന്ന് പറയും, കാഴ്ച എന്ന് പറയും, വിഷൻ, കാഴ്ച. ഇവിടെ ഈ പറഞ്ഞത് റുയ തന്നെയാണ്, അത് കണ്ണുകൊണ്ടുള്ള കാഴ്ച തന്നെയാണ്, അത് സ്വപ്നത്തിലുള്ള മനാമിലുള്ള കിനാ കണ്ടതല്ല എന്നല്ല. റുയ മനാം. വാനിൽ ഹസനി ഫിഹി, ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബൈനാന നായിമുൻ ഫിൽ ഹിജ്ർ ജാനി ജിബ്രീൽ ഫഹമസനി ബിഅഖബിഹി ഫഖുംതു ഫജലസ്തു ഫലമ്മ റ ശൈഅൻ ഫഅത്തു ലിമൽജഇ ദകറ ദാലിക സലാസ ഫഖാല ഫി സാലിസതി ഫഖദ ബിഅൽദി ഫജറനി ഇലാ ബാബിൽ മസ്ജിദി വഇദാ ബിദാബത്തിൻ വദകറ ഖബറൽ ബുറാഖ്. അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു, നബിതങ്ങളെ ഉണർത്തുന്നു. അങ്ങനെ പലതവണ ഉണർത്തി നബിതങ്ങളെ ഉണർന്ന് നീറ്റിട്ട് ഫഹദ ബിഅദുദി ഫജറനി ഇലാ ബാബിൽ മസ്ജിദി, പള്ളിയുടെ വാതിൽക്കലേക്ക് എന്നെ അങ്ങോട്ട് ആനയിച്ചു കൊണ്ടുപോയി, എന്നെ വലിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്നെ ആനയിച്ചു കൊണ്ടുപോയി. ഫൈദാ ബിദാബത്തിന്, അപ്പം അവിടെ ഉണ്ടെങ്കിൽ ഈ ദാബത്ത്, ഈ മൃഗം അഥവാ ബുറാഖ് എന്ന മൃഗം റെഡിയായി നിൽക്കുന്നു. ഇതൊന്നും ഇപ്പോൾ സ്വപ്നത്തിലൂടെയുള്ള യാത്രയാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല. ഇത്തരം ഡെവലപ്മെൻറ്റ്സും ഇത്തരം സംഭവ വികാസങ്ങൾക്കൊന്നുള്ള പ്രസക്തിയും കുറവാണ്. അപ്പോൾ ഇത് ജസദ് കൊണ്ട് തന്നെയാണ്. വാൻ ഉമ്മി ഹാനിയൻ മാഉസ്രി റസൂലില്ലാഹി അല്ലാഹു വി ബൈതി ദിൽക ലൈലത സല്ലൽ ഇശാ അൽ-ആഖിറ വനാമ ബൈനനാ ഫലമ്മാ കാന ഖുബൈനൽ ഫജ്രി ഹബ്ബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ സല്ല സുബ്ഹ വസല്ലൈനാ ഖാല യാ ഉമ്മ ഹാനിൻ ലഖദ് സല്ലൈതു മഅകും അൽ-ഇശാ അൽ-ആഖിറ കമാ റഅയ്തു ബിഹാദൽ വാദി ثم جئت بيت المقدس فصليت فيه ثم صليت الغداة معكم الآن كما ترون എന്ന് പറയുന്ന സംഭവങ്ങൾ ഉമ്മു ഹാനി റളിയല്ലാഹു തആല അൻഹ പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ വീട്ടിലാണെന്ന് കിടക്കുന്നത് ആ രാത്രി. ഇശാ നിസ്കരിച്ചു. അൽ ഇശാ അൽ ആഖിറ എന്ന് പറഞ്ഞാൽ ഇശാ, മഗ്രിബിനും ഇശാ എന്ന് പറയാറുണ്ട്. അൽ ഇശാ ഉൽ ആഖിറ, രണ്ടാം ഇശാ എന്ന് വെച്ചാൽ ഇശാ തന്നെ. ഇശാ നിസ്കാരം കഴിഞ്ഞു. വനാമ ബൈനന, ഞങ്ങൾക്കിടയിൽ ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ ഞങ്ങളൊക്കെ ഉറങ്ങിയ പോലെ നബി തങ്ങൾ ഉറങ്ങി. പിന്നെ ഫജ്റിൻ്റെ മുമ്പ് ഒരല്പം നിമിഷം മുമ്പ്, സുബൈൻ്റെ കുറച്ച് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെല്ലാം വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഫലമാ സല്ല, നിസ്കാരം കഴിഞ്ഞിട്ട് വസല്ലൈന, ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഉമ്മു ഹാനിയെ ഞാൻ നിങ്ങളൊക്കെ ഇശാ നിസ്കരിച്ചു, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ നമ്മൾ കണ്ടതുപോലെ ഈ താഴ്വരയിൽ എന്ന് പറഞ്ഞാൽ ഈടത്ത്. പിന്നെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, അവിടെ ഞാൻ നിസ്കരിച്ചു. പിന്നെ ഞാനിതാ സുബഹി നിസ്കരിക്കാൻ ഞങ്ങളടുത്തേക്ക് എത്തി എന്നുള്ള ആ പദപ്രയോഗങ്ങൾ, ആ ഹദീസിൽ വന്ന പദപ്രയോഗങ്ങളൊക്കെ തെളിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ യാത്ര ജസദ് കൊണ്ട് യഖദത്തിൽ തന്നെയായിരുന്നു. ഹാദാ ബയ്യിനുൻ ഫി അന്നഹു ബി ജിസ്മിഹി, ഇതൊക്കെ അവിടുത്തെ ജിസ്മ് കൊണ്ട് തന്നെയാണ്, അവിടുത്തെ ശരീരം കൊണ്ട് തന്നെയാണ്, ജസദ് കൊണ്ട് തന്നെയാണ് എന്നതിൽ വ്യക്തമാണ് എന്ന് മഹാനായ ഖാദി അല്ലാമ ഇയാൽ ഒരു കിതാബ് ഷിഫായിൽ വ്യക്തമായിട്ട് സ്ഥാപിക്കുക. വഅൻ നബി ബക്രി മിൻ റിവായത്ത് ശദ്ദാദ് ബിൻ ഹുസൈൻ അൻഹു റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ഉസ്രിയ ബിഹി തലബ്തുക യാ റസൂലല്ലാഹ് അൽ ബാരിഹ ഫി മകാനിക ഫലം അജിദ്ക ഫഅജാബഹു അന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹമലനി ഇലൽ മസ്ജിദിൽ അഖ്സ. അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്തുണ്ട്, ശദ്ദാദ് ബിൻ ഔസ് തങ്ങളിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു, നബി തങ്ങളെ അങ്ങേ ഞാൻ അന്വേഷിച്ചു ഇന്നലെ രാത്രി, അപ്പോൾ നിങ്ങളെ കണ്ടില്ല, നിങ്ങളെ സ്ഥലത്ത് നിങ്ങളെ കണ്ടില്ല, നിങ്ങളെ സ്ഥലത്ത് ഞാൻ നിങ്ങളെ കണ്ടില്ല, ഞാൻ നിങ്ങളെ നോക്കി, നിങ്ങളെ സ്ഥലത്ത് നിങ്ങളെ കണ്ടില്ല. ഫലം മജിദ്ക, ഞങ്ങളെ കണ്ടില്ല. അപ്പോൾ നബി തങ്ങൾ ഫഅജാബഹു, അപ്പോൾ നബി തങ്ങൾ കൊടുക്കുന്ന മറുപടി എന്താ? ജിബ്രീൽ അലൈഹി സ്വലാം ഹമലനി ഇലൽ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് ജിബ്രീൽ എന്നെ കൊണ്ടുപോയി ഇന്നലെ.
അപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ സ്വപ്നത്തിലാണെങ്കിൽ കാണാതെ പോകില്ലല്ലോ, ആളെ ശരീരം അവിടെ കിടക്കൂലേ, അവിടെ തന്നെ ഉറങ്ങിക്കിടക്കുകയാണ്, സ്വപ്നത്തിലൂടെയുള്ള യാത്രയാണ് എങ്കിൽ ആ ചോദ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളെ നോക്കി കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങളുടെ ശരീരം തന്നെ യാത്രയിൽ പങ്കെടുത്തു എന്നാണ്. വാൻ ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൈതു ലൈലത ഉസ്രിയ ബി ഫി മുഖദ്ദമിൽ മസ്ജിദി സുമ്മ ദഖൽതു സഖറത ഫൈദാ ബി മലക്കിൻ ഖായിമുൻ മഅഹു ആനിയത്തുൻ സലാത്ത് എന്ന് പറയുന്നതും ഫിസിക്കലായി നബി തങ്ങൾ ശരീരം കൊണ്ട് തന്നെ യാത്ര പോയി എന്നതിൻ്റെ തെളിവാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കും. എന്നിട്ട് കാലം അയാൾ തങ്ങൾ അതിനെ കൺക്ലൂഡ് ചെയ്യാണ് ഈ ചർച്ചയെ. വഹാദിഹി തസ്രിഹാത്തു ലാഹിറത്തുൻ, ഈ പരസ്യമായ ഈ വ്യക്തമായ ഈ പരാമർശങ്ങളൊക്കെ തന്നെ ലാഹിറത്തുൻ ഗൈറു മുസ്തഹീല ഫതുഹ്മലു അലാ ലാഹിരിഹ, ഇതൊക്കെ ഉണ്ട്, വ്യക്തമാണല്ലോ, പിന്നെ എന്തിനാണ് അത് അതിൻ്റെ ആ ലാഹിർ തന്നെ വെച്ചാൽ മതിയല്ലോ. ആ പറഞ്ഞതിൽ വ്യക്തമായ എന്താണോ ആ പിന്നെ പദാർത്ഥം അല്ലെങ്കിൽ ആ പദങ്ങളുടെ അർത്ഥം ആ ലാഹിറായ മാന തന്നെ വെച്ചാൽ മതിയല്ലോ. പിന്നെ അത് വ്യാഖ്യാനിച്ച് സ്വപ്നത്തിലാണെന്ന് പറയേണ്ട കാര്യം എന്താ? വാൻ അബി ദരീം റളിയല്ലാഹു അൻഹു തആല തങ്ങളെ തുടർ റിവായത്ത് ഫുരിജ സഖഫു ബൈത്തി വാൻ അബി മക്കത്ത, നബി തങ്ങൾ പറയാണ് ഫുരിജ സഖഫു ബൈത്തി വാൻ അബി മക്കത്ത ഫനസല ജിബ്രീലു ഫശറഹ സദ്രി സുമ്മ ഗസലഹു ബിമായി സംസം ഇലാ ആഖിറിൽ ഖിസ്സ സുമ്മ അഖദ ബിയദി ഫഅറജ ബി. ഈ വാക്കുകളിലെ പരാമർശവും അതൊക്കെ ശരീരം കൊണ്ട് തന്നെ പങ്കെടുത്തു എന്നുള്ള. കാരണം എൻ്റെ വീടിൻ്റെ ഇത് തുറന്നു, സ്വപ്നത്തിലൂടെ പോകണമെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ മന്ദായം തുറക്കണ്ടല്ലോ, അല്ലെങ്കിൽ വീടിൻ്റെ കൂര തുറക്കണ്ടല്ലോ, സ്വപ്നത്തിലൂടെ അല്ലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ശരീരം തന്നെ അതിലൂടെ യാത്ര പോയതിൻ്റെ തെളിവാണ് അവിടെ സഖഫ് ഓപ്പൺ ചെയ്തു എന്നുള്ളത്, അതിൻ്റെ സീലിംഗ് ഓപ്പൺ ചെയ്തു എന്നുള്ളത്, അതല്ലെങ്കിൽ അതിൻ്റെ കൂര തുറന്നു എന്നുള്ളത്. വാ നബി മക്കത്ത ഫനസല ജിബ്രീൽ ഇറങ്ങി വന്നു ഫശറഹ സദ്രി, എൻ്റെ ഹൃദയം അത് ഓപ്പണാക്കി, അത് വിശാലമാക്കി. തുമ്മ ഗസലഹു ബിമായി സംസം കൊണ്ട് കഴുകി ഇലാ ആഖിറിൽ ഖിസ്സ തുമ്മ അഖദ ബിയദി ഫഅറജ ബി, പിന്നെ എൻ്റെ കൈ പിടിച്ചു എന്നെ കൊണ്ടുപോയി. ഇതൊക്കെ സ്വപ്നത്തിലല്ല എന്നതിൻ്റെ മതിയായ തെളിവാണ് എന്ന് അയ്യാൾ തങ്ങൾ റഹിമഹുല്ല. വാൻ അനസിൻ ഊതീതു ഫന്തലഖു, ഹദീസിൻ്റെ ബാക്കി പറയാണ് ഫന്തലഖു ബിഹി ഇലാ സംസം ഫശുരിഹാൻ സദ്രി. വാൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ലഖദ് റഅയ്തുനി ഫിൽ ഹജ്രി വ ഖുറൈശുൻ തസ്അലുനി അൻ മസ്റായ. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയാം. ഇതിൻ്റെ കഴിഞ്ഞിട്ട് ഹജ്ജ് ഇസ്രാ മിഅ്റാജൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ നബി തങ്ങൾ പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്തിയാണ്. ഞാനിങ്ങനെ ഹിജ്റിൽ നിൽക്കുകയാണ്, ഖുറൈശ് അതാ ഹിജ്ർ ഇസ്മായിൽ കാബയുടെ പരിസരത്ത് ഈ ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് വന്ന് നബി തങ്ങൾ ജനങ്ങളോട് ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഖുറൈശ് തസ്അലുനി അൻ മസ്റായ, എൻ്റെ ഇസ്രായിനെ കുറിച്ച്, എൻ്റെ രാത്രിയിലെ ഞാനീ പറഞ്ഞ ഇസ്രായിനെ കുറിച്ച്, രാത്രി നിശാസഞ്ചാരത്തെക്കുറിച്ച്, നിശായാത്രയെക്കുറിച്ചൊക്കെ ഖുറൈശികൾ ഇങ്ങനെ ചോദിക്കാനുണ്ട്. ഫസഅലത്നി അൻ അഷ്യ, പല കാര്യങ്ങളും അവരിങ്ങനെ ചോദിക്കുക. ലം ഉസ്ബിത്ഹ, അതൊന്ന് കൃത്യമായിട്ട് മറുപടി പറയാനിപ്പം പെട്ടെന്ന് ഞാൻ എന്ത് പറയണം എന്ന് നോക്കുമ്പോൾ ഫകുരിബ്തു ഖർബ മാ കരിബ്തു മിസ്ലഹു ഖത്തു, പെട്ടെന്ന് ജനങ്ങൾ ഓരോ സൂക്ഷ്മമായ കാര്യങ്ങൾ ചോദിക്കുക, ബൈത്തുൽ മുഖദ്ദസിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫറഫഅഹുല്ലാഹു ലിയൻദുറി, അല്ലാഹു തആല ഒരു മുഅ്ജിസത്തായിട്ട് നബി തങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ബൈത്തുൽ മുഖദ്ദസിനെ അല്ലാഹു തആല നബി തങ്ങൾക്ക് മുമ്പിൽ ഇങ്ങ് കാണിച്ചു കൊടുക്കുക. ബൈത്തുൽ മുഖദ്ദസിനെ നേരെ മുമ്പിൽ ഇങ്ങ് കാണിച്ചു കൊടുത്തു. മനഹവഹു അൻ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇതേ ഹദീസുണ്ട്. അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ കൺമുന്നിൽ, വേറെ ആരും കാണൂല, അത് നബി തങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു തആല ബൈത്തുൽ മുഖദ്ദസിനെ അങ്ങനെ ഇങ്ങ് കൊണ്ടുവന്ന് മുന്നിൽ ഇങ്ങനെ വെക്കുക. അപ്പോൾ നബി തങ്ങൾക്ക് അത് നോക്കിയിട്ട് അവരുടെ എല്ലാ തൂണെവിടെ, എത്ര തൂണ്, വളവ് എവിടെ, തിരിവെവിടെ, അലാ സബീലിൽ മിസാൽ അവരെന്തൊക്കെ ചോദിക്കുന്നോ, എത്ര അവർ ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, കുത്തുവാക്കുകൾ കൊണ്ട് ചോദിക്കുക, എങ്ങനെയെങ്കിലും ഉത്തരം മുട്ടിക്കാൻ അവരുടെ ലക്ഷ്യത. പക്ഷേ നബി തങ്ങൾ ഉത്തരം മുട്ടൂല. കാരണം അല്ലാഹു തആല എല്ലാ ഉത്തരവും നബി തങ്ങൾക്ക് ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് നോക്കിയിട്ട് ഇങ്ങനെ അഭിപ്രായം അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ പാകത്തിൽ നബി തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ബൈത്തുൽ മുഖദ്ദസിനെ കൊണ്ടുവന്ന് അല്ലാഹു തആല നിർത്തുക. ഇതാണ് ഹദീസ്, ഇതാണ് പറയുന്നത്. വനഹവഹു അൻ ജാബിർ, ഇത് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, റിവായത്തുണ്ട്. വഖദ് റവാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫി ഹദീസിൽ ഇസ്രാഇ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ സുമ്മ റജഅതു ഇലാ ഖദീജത വമാ തഹവ്വൽതു അൻ ജാനിബിഹ. അതിൻ്റെ വിശദാംശങ്ങൾ വേറെയും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മഹാനവറുകൾ ഈ വിഷയത്തിൽ നടത്തിയ വിശദമായ ചർച്ച.